യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ യൂത്ത് ഫണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചാഴികാടൻ, ബദനി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഏറ്റവും ബഹുമാനായ മാത്യു എബ്രഹാം അച്ഛൻ, ബഹുമാനായ മുൻ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, മുൻ MLA ശ്രീ ജോ മൈക്കിൾ, മുൻ MLA ശ്രീ സ്റ്റീഫൻ ജോർജ്, വേദിയിലുള്ള ബഹുമാനായ ഷെയ്ഖ് അബ്ദുള്ള അടക്കമുള്ള യൂത്ത് ഫണ്ടിൻ്റെ നേതാക്കന്മാരെ, ഏറ്റവും പ്രിയമുള്ള മികവ് തെളിയിച്ചിവിടെ എത്തിയിരിക്കുന്ന അവാർഡ് ജേതാക്കൾ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സ്നേഹിതരെ, സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ യോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും വലിയ ഉപദേശങ്ങളാണ് നിങ്ങൾ ഉപദേശങ്ങളൊക്കെ കേട്ട് മടുത്ത് കാണും. അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല, 2 മിനിറ്റും കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. ഏറ്റവും പ്രധാനമായത് നിങ്ങൾക്കുള്ള അവാർഡ് നൽകുക എന്നുള്ളതാണ്. ആദ്യമായി എന്നെ സംബന്ധിച്ചോളം ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ആദ്യമേ തുടങ്ങി വെച്ചതൊരു നോളജ് ഹബ്ബാക്കുക എന്നുള്ളതാണ്. ഞാൻ കാണുന്ന ഏറ്റവും കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗിരിദീപം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിന് ആതിഥ്യം നൽകിയ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. രണ്ടാമത് നമുക്കറിയാവുന്നതിൽ യൂത്ത് ഫണ്ടിനെ ഞാൻ അനുമോദിക്കുകയാണ്. കാരണം ഇത് കോട്ടയം ജില്ലയ്ക്ക് മാത്രമല്ല, കേരള സംസ്ഥാനത്തിലെ മുഴുവൻ മികവ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. അതിവിടെ മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും ഇവിടെ സൂചിപ്പിച്ചു, ഏതാണ്ട് 1 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഇതുപോലുള്ള മൊമെൻ്റും സർട്ടിഫിക്കറ്റും നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ ഈ എക്സലൻസ് അവാർഡ് കൊടുക്കുമ്പോൾ, ഈ മികവിൻ്റെ അവാർഡ് കൊടുക്കുമ്പോൾ അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പമുള്ളവരോടും നിങ്ങളോട് പിന്നിൽ നിന്ന് നിങ്ങളോടൊപ്പം വരാനും അല്ലെങ്കിൽ നിങ്ങളിൽ പിന്നിൽ യാത്ര ചെയ്യുന്നവർക്കുമുള്ള ഒരു പ്രചോദനമായി മാറുക എന്നുള്ളതാണ്. അത് തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചത് ഹാറ്റ്സ് ഓഫ് ടു യു. അത്രമാത്രം കഠിനാധ്വാനം നിങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ എക്സലൻസ് അവാർഡ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങളുടെ ഇടയിലും നമ്മുടെ ഇടയിലും ജീവിച്ചു പോയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്ന, ഭരണകർത്താവായിരുന്ന, അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകനായ KM മൻസാറിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ള സഹജീവികളോടുള്ള ആ സ്നേഹവും അതോടൊപ്പം തന്നെ കാരുണ്യത്തോടുള്ള ഇടപെടലുമാണ്. അത് ഏറ്റവും പ്രധാനമാണ്. നമ്മളിവിടെ ഇന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയം ഒരുപക്ഷെ എന്തിനാണ് ടീച്ചേഴ്സ്, ഇന്ന് അധ്യാപകരുടെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്, അല്ലേ? അധ്യാപകരുടെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എവറിത്തിങ് ഈസ് ദെയർ, അല്ലേ? ഗൂഗിളിലുണ്ട്, ChatGPT-യിലുണ്ട്, ജെമിനിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ദേ ക്യാൻ റൈറ്റ് എസ്സേസ്. അതുപോലെ തന്നെ റോബോട്ടിനെ കൊണ്ട് ഒരു സർജറി നടത്താൻ പറ്റും, എല്ലാം നടത്താൻ പറ്റും. പക്ഷേ ഒരു ഹ്യൂമൻ ടച്ച്, ഒരു സ്മൈൽ ഒരു കാരണവശാലും അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വാല്യൂ സിസ്റ്റം വരുന്നത്. നിങ്ങൾ ഏത് പൊസിഷനിൽ ചെന്നെത്തിയാലും അവിടെ നിങ്ങൾക്കൊരു ഹ്യൂമൻ ടച്ച് ഉണ്ടാകണം. എല്ലാവരുമായിട്ട് ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഹാർട്ട് ഉണ്ടാകണം, ഒരു സ്മൈൽ ഉണ്ടാകണം. എ സ്മൈൽ ക്യാൻ കൺവേർട്ട് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. അത് തീർച്ചയായിട്ടും ഉണ്ടാകണം എന്ന് മാത്രമാണ്. ഇതൊരു ഫസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ് നിങ്ങളുടെ. ദിസ് ഈസ് നോട്ട് ആൻ ഡെസ്റ്റിനേഷനിൽ പോകാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി 12ഉം 10ഉം ഒക്കെ ഒരു ട്രാൻസ്ഫർമേഷനിലേക്കാണ്. എന്ത് തീരുമാനമെടുത്താലും അത് നിങ്ങളുടെ പിയർ ഗ്രൂപ്പിനെയൊക്കെ കേട്ടോട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ കേൾക്കണം. പക്ഷേ യു ആസ്ക് യുവർ ഹാർട്ട് വാട്ട് ഐ വാണ്ട് ടു ബിക്കം, ഇറ്റ് വിൽ പ്രോംപ്റ്റ്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കും നിങ്ങൾക്ക് എന്താകണമെന്നുള്ളത്. അത് മറ്റുള്ളവരെ നോക്കിയല്ല, അവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. ആ ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാകണം. ആ പാഷൻ ഉണ്ടായെങ്കിൽ തീർച്ചയായും അതൊരു ഏത് പ്രൊഫഷനാണെന്നുള്ളതല്ല, അവിടെ നിങ്ങൾ സക്സസ്ഫുൾ ആകും.
അതിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും, ഭാവിയുടെ പ്രതിഭകളാകാൻ പോകുന്നവർ ഇവരുടെ പിന്നിൽ നിൽപ്പുണ്ട്, അവർക്ക് ഒരു പ്രചോദനമാകും ഇവിടെ വന്നിരിക്കുന്നവർ. മാതാപിതാക്കളെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു, നമ്മുടെ അധ്യാപകരെ അനുമോദിക്കുന്നു. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നന്ദി, നമസ്കാരം. തിരിതെളിച്ച് ഉദ്ഘാടനം നമ്മൾ വേദിയിലിരിക്കുന്നതിൽ ബഹുമാനായ മുൻ മന്ത്രിയും അതുപോലെ തന്നെ ജോബ് മൈക്കിൾ എക്സ്-എം-എൽ-എയുമാണ് സംസാരിക്കുക. നമുക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിന് ബഹുമാനായ റോഷി അഗസ്റ്റിൻ സാറിനെ ക്ഷണിക്കുക. സമ്മേളന അധ്യക്ഷൻ, യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എഫ് ചാഴികാടൻ, ബഹുമാന്യനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP, പ്രിയപ്പെട്ട മാത്യു അബ്രഹാം അച്ഛൻ, ജോ മൈക്കിൾ എക്സ്-MLA, സ്റ്റീഫൻ ജോർജ് എക്സ്-MLA, ഷെയ്ഖ് അബ്ദുള്ള ജനറൽ സെക്രട്ടറി, വേദിയിലുള്ള യൂത്ത് ഫ്രണ്ട് ജനറൽ സെക്രട്ടറിമാർ, ഭാരവാഹികൾ, പ്രിയമുള്ള അധ്യാപകർ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമാണ്. KM മാണി എക്സലൻസ് അവാർഡ് അത് ഗിരിദീപം സ്കൂളിൽ വെച്ച് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. ബഹുമാനപ്പെട്ട അച്ഛനും ചെയർമാനും ഇവിടെ സൂചിപ്പിച്ചു, ഇതൊരു ചടങ്ങ് മാത്രമാണ്. ഒരു പ്രസംഗം കൂടുതലായി നടത്തി നിങ്ങളുടെ സമയം എടുക്കുക എന്നുള്ളതല്ല, പഠിക്കുന്നതിന് വേണ്ടിയുള്ള സമയത്തെ ചൂഷണം ചെയ്യാനുമല്ല. പക്ഷെ മാണി സാറിൻ്റെ പേരിൽ കേരള യൂത്ത് ഫ്രണ്ട് നടത്തിയ ഏറ്റവും വലിയ ഒരു എഫേർട്ട്, കേരള സംസ്ഥാനം ഒട്ടാകെ ഈ കുട്ടികളെ അനുമോദിക്കാനെടുത്തൊരു തീരുമാനം വളരെ അഭിനന്ദനാർഹകരമാണ്. മാണി സാർ എന്ന പേര് കേരള രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും മാഞ്ഞു പോയില്ല. ഒരു ഭരണാധികാരി എന്ന രീതിയിൽ, സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ, നല്ലൊരു ചിന്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാരുണ്യ സ്പർശിയോട് കൂടിയിട്ടുള്ള ജീവിതമാർഗമല്ല, എല്ലാവരിലും തിളങ്ങി നിൽക്കണം. അശരണർക്ക് അദ്ദേഹം എത്രത്തോളം ആശ്വാസകരമായിരുന്നു എന്നുള്ളതാണ് KM മാണി എന്ന ഭരണാധികാരിയുടെ സവിശേഷത എന്നുള്ളത് പുതുതലമുറക്കൊക്കെ പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അവാർഡ് തീർച്ചയായും പുതിയ ഒരു നില നമ്മുടെ കുട്ടികളിൽ എത്തിക്കുന്നതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലവണ്ണം പഠിക്കുക, മിടുക്കരാകുക, സമർത്ഥരാകുക. ഈ അവാർഡിന് അർഹരായ നിങ്ങളെയാണ് അഭിനന്ദിക്കേണ്ടത്. നിങ്ങളെ മാത്രമല്ല, ഈ സ്കൂളിന് ധാരാളം ഗ്രൗണ്ട്സ് ഉണ്ടാകണം, നല്ല സ്കൂളുണ്ടാകണം. ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചത് ഹ്യൂമൻ ടച്ച് ഉണ്ടാകണം. ഈ കാലഘട്ടത്തിൽ എന്തിനാണ് പഠിക്കാൻ അധ്യാപകരുടെ ചോദ്യം പ്രസക്തമാണ്, പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമാണ്. ആ നിലയിലുള്ള ഒരു നല്ല അധ്യാപക രീതി ഈ സ്കൂളിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരെല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം കേരള യൂത്ത് ഫ്രണ്ട് ശ്രീ ചാഴികാടനെയും അവരുടെ സഹപ്രവർത്തകരെല്ലാം പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അവർ ധീരമായ നല്ലൊരു കാഴ്ചപ്പാടാണ് പുലർത്തിയിട്ടുള്ളത്. മാണി സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡിന് അർഹരായ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള പഠനത്തിന് നല്ല ദിശാബോധം ഉണ്ടാകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തേണ്ടതാണ്. അടുത്തതായി മുഴുവൻ മാർക്കും നേടിയ പാല സെന്റ് മേരീസ് HSSലെ ജുവാൻ മാരിയ ടോജോ മുഴുവൻ മാർക്ക് നേടിയ മിടുക്കരായവർക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെയാണ് കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി സമ്മാനം കൈമാറുന്നത്.
നമ്മുടെ ഈ അവാർഡിന് ക്ഷണിക്കുമ്പോൾ ഈ വേദിയുടെ വലതുവശത്തുകൂടി റൈറ്റ് സൈഡിലൂടെ കയറി പ്രിയപ്പെട്ട കുട്ടികൾ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ഗിരിദീപം ബദലി സെൻട്രൽ സ്കൂളിലെ വൈഷ്ണവി കെ സന്തോഷ് 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിയാണ്. അടുത്തതായി ഷോൺ വർഗീസ് ഷൈൻ. അടുത്തതായി AJ ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് HS തലയോലപ്പറമ്പില് അതുല്യ ഷാജി. അതുല്യ ഷാജിക്ക് വേണ്ടി മാതാവെത്തുകയാണ്. തൊട്ടു പിന്നാലെ അരീപ്പറമ്പ് GHSലെ വിദ്യാർത്ഥിയാണ് മുന്നോട്ട് വരേണ്ടത്. അരീപ്പറമ്പ് GHSലെ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ജൂനിയർ കോളേജ് തെങ്ങണ ഋതിക രാജേഷ്. ശ്രീ കേന്ദ്രീയ വിദ്യാലയ റബ്ബർ ബോർഡ് കോട്ടയത്തിലെ ആൽബിൻ പി ഫിലിപ്പ്. SHGHS വാൻവിരത്ത് എലിസബത്ത് ജോൺ. SKB ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അശ്വനി ഉണ്ണികൃഷ്ണൻ. ശ്രീഭദ്ര പബ്ലിക് സ്കൂളിന് വേണ്ടി ശിവലക്ഷ്മി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി ശിവലക്ഷ്മി AK. സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ തിരുപ്പള്ളി എൽസ മേരിയ ജോഗു. സെന്റ് തോമസ് HSS പാല മരിയ ക്രിസ്റ്റിന ടോണി. അതിനുശേഷം സെന്റ് ആന്റണീസ് HSS മുത്തേരിയിലെ ഐറിൻ മാത്യു. വേദിയിലേക്ക് പോകുമ്പോൾ ഒരു കടന്നു വരണം. നമുക്ക് ഒരുപാട് പേർക്ക് നൽകാനുള്ളതാണ്. അടുത്തതായി സെന്റ് അൽഫോൻസ പബ്ലിക് സ്കൂൾ അരുവിത്ര ജിതൽ ടോം. പേര് വിളിച്ചു ഇതെന്തോ പുറകിൽ എനിക്ക് പുറകിലായിട്ട് കുറെ അടുത്തായിട്ട് അരവിന്ദ വിദ്യാമന്ദിരത്തിലെ കാർത്തിക് KRI. ഇതിലെ ചിന്നയ്യ വിദ്യാലയ കോട്ടയത്തെ ചിന്നയ്യാർ. വേഗം കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നീലം GSSലെ സഞ്ജയ് KS. ലിറ്റിൽ ഫ്ലവർ വിദ്യാനിധികൾ മുണ്ടത്താനം മെറിൻ തോമസ്. മറ്റക്കര ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ആദിത്യ ദിലീപ്. NSS HSS കറുകച്ചാൽ S സിദ്ധാർത്ഥ്. ക്ലാസിക് വിദ്യാധികർ സെൻട്രൽ സ്കൂൾ ഫാത്തിമ KA. SP ഹയർ സെക്കൻഡറി സ്കൂൾ ചങ്ങനാശ്ശേരി അജിൻ ഔസേഫ്. സെന്റ് തെരേസസ് HSS വാഴപ്പള്ളി സിസിലി മരിയ M. സെന്റ് ആന്റണീസ് HSS പ്ലാഷനാൽ അലോണ ദേമാൻ. സെന്റ് മേരീസ് HSS കിടങ്ങൂർ അന്ന മരിയ സജി. സെന്റ് ഫിലോമിനാസ് GHS കൃഷ്ണജ H. സെന്റ് ജോൺസ് DHSS നെടുങ്കുന്നം ഫർഹാൻ മുഹമ്മദ്.
CMS College Higher Secondary School, Alan Mani Ayup. Chavara Public School, Pala, and Savio. North Public School and Junior College, Ashwin Mary Philip. St. Mary's HSS College വിദ്യാർത്ഥികൾ അനന്യ ശശികുമാർ, അവിടുത്തെ തന്നെ വിദ്യാർത്ഥി അഞ്ജു ജോഷി. സെന്റ് ആൻസ് GHSS കോട്ടയം, മഹിമ അച്ചു റോബി. അഡീഷണൽ ആവശ്യം പറഞ്ഞാൽ ആരുടെ എൽവിൻ ഷാജു, അതിനുശേഷം ആദിത്യൻ അനൂപ്. സെന്റ് മേരീസ് HSC കോയിലെ അനന്യ ശശികുമാർ. അഞ്ജു ജോഷി, സെന്റ് ആൻസ് GHS കോട്ടയം, മഹിമ അച്ചു റോബി. സിയ സൂസൻ സിജു. അടുത്തതായി സെന്റ് പോൾസ് HSS വലിയ കുമാരമംഗലം, അഹിന ദാനി. നോക്കണം. സെന്റ് തോമസ് ഹൈസ്കൂൾ പാമ്പാടി, സഞ്ജയ്. സെന്റ് ജോൺസ് NHS കൊഴുവനാൽ, അനീഷ ടോമി. സെന്റ് തോമസ് NHS കൊഴുവനാലിലെ തന്നെ അനഘ മനോജ്. അല്ല, അടുത്ത വിളിക്കാമല്ലോ. സമ്മാനം മേടിച്ച കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒരുമിച്ചെടുക്കാനുണ്ട്. അതിനുശേഷമേ പോകാവുള്ളെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. SKM-HSS കുമരകം, നിവേദിത സനോജ്. അത് വിളിച്ചിട്ടില്ല, നമ്മൾ യൂത്ത് വിളിച്ചോ? ഇല്ല, നോക്ക് ഏത് ഇഷ്ടമാണ് നോക്ക്. GHS കടപ്പൂർ, എലിസബത്ത് ജെയിംസ്. ഇല്ല. GS കടമ്പൂർ, മറിയ ജെയിംസ്. SKM-HSS കുമരകം, ശ്രീനന്ദ BS. ഇപ്പോൾ എടുത്ത വിളിക്കുക, സാധനം പിന്നെ വിട്ടുപോകത്തില്ലേ? ജീവന സോസൻ ജിനു, നാട്ടുശ്ശേരി സെന്റ് മേരീസ്. അരിപ്പറമ്പ് സ്കൂളിലെ ദിയ വിജയൻ.
സെന്റ് മേരീസ് GHS അതിരമ്പുഴ മിൻഹ ഫാത്തിമ. ദേവി നന്ദന സെന്റ് മേരീസ് GHS അതിരമ്പുഴ. സെന്റ് മേരീസ് HSS മണൽക്കാട് സിനിമോൾ തോമസ്. സെന്റ് മേരീസ് HS മണൽക്കാട് ബബിലി മന്നൻ ബാബു. സെന്റ് മേരീസ് HS മണൽക്കാട് കെസിയ മറിയം ജനു. പേരെന്താ? കേറിക്കോ. ഇത് ലാസ്റ്റ് വായിച്ചപ്പോൾ എവിടെ ഇരിക്കുന്നു? ലൂർദ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിലെ ഹന്ന ജേസൺ. ഗൗരി നന്ദന രാജേഷ്. സിയാജി, അലിന ജോജി, അഖില സുജു, ദേവപ്രിയ KS. ഓർഡർ ചെയ്ത് കൊടുത്താ. സെന്റ് ആഗൻസ് HSS രാമനഗരം ഗൗരി നന്ദന രാജേഷ്. സെന്റ് മേരീസ് HSS കിടങ്ങൂർ ആൻ മരിയ KS. കൈയിട്ട് ഓർഡർ കിട്ടിയില്ല. എല്ലാവരും അവരുടെ സർട്ടിഫിക്കറ്റില് അവരുടെ ഫോട്ടോ അവരുടെ തന്നെ ആണോ എന്നൂടെ രാമൂര്. അടുത്ത രാമൂർ സ്കൂള് ദൃശ്യ. അതേ സ്കൂളിലെ തന്നെ ഐലിൻ മറിയ തരുൺ, ബെന്നി മനോജ്, ഐറിൻ മറിയ സജി, അലോണ തിങ്കിൾ. സ്കൂളിൽ വിളിക്കട്ടെ. ബെന്നി മനോജ്. അലോണ തിങ്കിൾ. ചെറുപ്പുകൾ. അടുത്തതായി മഹാത്മാഗാന്ധി ഗവൺമെന്റ് HS പാല ശ്രീ പാർവതി ഷിജി, അഞ്ജലി അരുൺ. മഹാത്മാഗാന്ധി ഗവൺമെന്റ് HS പാലയിലെ വിദ്യാർത്ഥികളാണ്. സ്കൂൾ കോട്ടയം അമൃത വിജേഷ്. അതേ സ്കൂളിലെ തന്നെ കീർത്തന AJ, വിവേക് വിനയൻ. ഏതാ MB സമയ സ്കൂളിലെ അടുത്തതായി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരുത്താനം അന്ന ജോർജ്. അതേ സ്കൂളിൽ തന്നെ അൽഫോൺസ് മറിയ ജോബി, നേഹ മറിയ ജോമോൻ. വേഗം കടന്നു വരണം അഭ്യർത്ഥിക്കുന്നു.
അടുത്തായി ക്ലീനേഴ്സ് സ്കൂൾ ചിങ്ങവനം ആദിഷ് കൃഷ്ണ ബിയു. ആദിഷ് കൃഷ്ണ ബിയു. സെന്റ് മേരീസ് GHS പാല ആൻ മറിയ മാത്യു. ജുവാൻ മരിയ തേജോ സെന്റ് മേരീസ് GHS ആയിരുന്നു. അത് ആദ്യം വാങ്ങിയിരുന്നു. മുഴുവൻ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിയായിരുന്നു. ഫിദ ഫാത്തിമ കെ. ആൻ മരിയ കുഞ്ചപ്പൻ. ഏത് സ്കൂളാണ്? സെന്റ് ജോസഫ് HS വിളക്കുമാടത്ത് ദേവപ്രിയ KS. ഫാത്തിമയ്ക്ക് ശേഷം ആൻ മരിയ കുഞ്ചപ്പൻ. ദേവനന്ദ A മൗണ്ട് കാർമൽ HS കോട്ടയം. ഹന ഫാത്തിമ ഷിബു മൗണ്ട് കാർമൽ HS കോട്ടയം. സെറ റോസ് ജോൺ മൗണ്ട് കാർമൽ HS കോട്ടയം. നവദീത M മൗണ്ട് കാർമൽ HS കോട്ടയം. ജ്വാല ജീവൻ മൗണ്ട് കാർമൽ HS കോട്ടയം. ആൽഫി S മൗണ്ട് കാർമൽ HS കോട്ടയം. മാളവിക പ്രദീപ് മൗണ്ട് കാർമൽ കോളേജ് കോട്ടയം. ജോമോൻ. ബേക്കർ മെമ്മോറിയൽ സ്കൂൾ നന്ദിത കലേഷ്. അൽനാഥ് പ്രീസ ബിനോയ് ബേക്കർ മെമ്മോറിയൽ GHS. സോന സണ്ണി ബേക്കർ മെമ്മോറിയൽ GHS. ഹോളി ക്രോസ് HS ചെപ്പുങ്കൽ അലോണ ടിൻഡിൽ ബേക്കർ മെമ്മോറിയൽ സോന സണ്ണി. അഞ്ജലി G നായർ ബേക്കർ മെമ്മോറിയൽ GS കോട്ടയം. ഹരിപ്രിയ BG ബേക്കർ മെമ്മോറിയൽ GHS കോട്ടയം. സാന്ദ്ര രാജ്മോഹൻ ബേക്കർ മെമ്മോറിയൽ GS കോട്ടയം. സാന്ദ്ര രാജ്മോഹൻ ബേക്കർ മെമ്മോറിയൽ GS കോട്ടയം. വായിച്ചാണ് വിളിച്ചില്ലേ? മിൽസ സാര ജിബി ക്ലീനിംഗ് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ചിങ്ങവനം. ഞാൻ വായിക്കും. എടുത്തു ഞാൻ വായിക്കാം. Alisa Zito, Saint Joseph GHS Udagir. Jugal